ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, ഹസ്ബൻഡും വൈഫും ഒരേപോലെ ജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന ആൾക്കാരാണ് അത് നമുക്കുള്ളത്. വേറൊരു ആൾക്കാർ പറയുന്നില്ലേ, നമുക്ക് സെലക്ട് ചെയ്യാലോ. വേറൊരാളുടെ നിർബന്ധത്തിൽ ഞാൻ അല്ല, പോകണമെന്നില്ല. എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ തർക്കിക്കുന്നില്ല, പോകരുത്. പക്ഷെ ഇത് ഇത്രയും പ്രൗഡായിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള സമൂഹം അംഗീകരിക്കാൻ കുറച്ച് സമയം കേരള എടുക്കും. സമൂഹം എന്നെ അംഗീകരിക്കണ്ട, ബട്ട് എന്റെ തീരുമാനങ്ങളായിരിക്കുമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? ഡിസിഷനിൽ എത്തിയെന്ന് വെച്ചാൽ മനഃപൂർവ്വം അങ്ങനെ എത്തിയൊന്നുമല്ല. ഞാനും ജോലി കണ്ടിരുന്ന ആളൊക്കെ തന്നെയാണ്. കല്യാണത്തിന് ശേഷം ഞാനും വൈഫും 2 വർഷം ജോലി ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം വൈഫ് ജോലിക്ക് കയറുമ്പോൾ, വൈഫ് BSc നഴ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. പിന്നെ അവളെ MSc നഴ്സിംഗ് ഞാൻ പഠിപ്പിക്കുന്നു. അവള് അതിൻ്റെ ജോലിക്ക് കയറുന്നു. അപ്പോൾ അവൾക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആകുന്നു. അപ്പോൾ മകനുണ്ട്. അപ്പോൾ മകന് എനിക്ക് നോക്കണമെന്ന് തോന്നി, ഞാൻ തന്നെ നോക്കുന്നു. കൊച്ചാണല്ലോ, അപ്പോൾ കൊച്ചിന് സംരക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് വേറൊരാളിനെ ഏൽപ്പിക്കാനായിട്ടൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ തന്നെ നോക്കുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ആ ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഏകദേശം ഒരു 10-13 വയസ്സ് വരെയൊക്കെ ഞാൻ നോക്കാന്നാണ് വിചാരിക്കുന്നത്. 10-13 വയസ്സായപ്പോൾ അവൾ അടുത്ത ആളിന് ജന്മം കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ആള് ജനിക്കുന്നു. അടുത്ത ആളെ നോക്കാനായിട്ട് അടുത്ത ആളിനെ ഞാൻ നോക്കുന്നു.